അഞ്ചാമത്തെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഈ ഉമ്മത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മുസീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ എന്നെ കൊണ്ടുള്ള മുസീബത്ത് അവൻ ഓർക്കട്ടെ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ ഉപ്പ മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു, വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മുസീബത്ത് ഓർക്കട്ടെ എന്നാണ് വിശ്വാസം പറഞ്ഞത്. കാരണം എന്താണ്? നമ്മൾ ശരിക്കുള്ള മുഅ്മിനാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം നഫ്സിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം നമുക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ മുസീബത്തായിരിക്കും ഏറ്റവും വലിയ മുസീബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. അങ്ങനെ ആ വഫാത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മറ്റു വിഷമങ്ങളൊക്കെ മറക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കാണും. മനസ്സിലുള്ള ഒരു കാര്യം പുറത്തേക്ക് കാണും. അത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. കാണൂല എന്ന് വിശ്വസിച്ചാൽ മുർജിയായി പോകും. മുർജിയാക്കളുടെ വിശ്വാസമാണ് എന്ത്? വിശ്വാസം മനസ്സിൽ എന്നുള്ളത്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്താ? ഈമാൻ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് അമലുകളായിട്ട് കാണും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ ഹുബ്ബ് മനസ്സിലുണ്ടെങ്കിൽ അത് ഇത്തിബാ ആയിട്ട് പുറത്തേക്ക് കാണും. മുഖത്ത് താടി ഉണ്ടാകും, അതുപോലെ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും സുന്നത്ത് നമ്മുടെ ഹയാത്തിൽ ഉണ്ടാകും, ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ കുറിച്ച് പറയുമ്പോൾ അത് പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒന്നാമത് വഹി നിലച്ചു. അതോടുകൂടിയാണ് ഈ ഉമ്മത്തിൽ ഫുർഖത്തുണ്ടായത്. ഓരോരുത്തരും അവനവന്റെ ഹവകൾക്കനുസരിച്ച് ദീന് വളച്ചൊടിക്കാൻ തുടങ്ങിയത്. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. രണ്ടാമത്തേതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേണ്ടത്ര സ്നേഹം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താവുന്ന ഒരു സംഭവമാണ്. ഈ മരണത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ഉമ്മ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുമ്പോൾ കരയും, ഇല്ലേ? അപ്പൊ മരിച്ചു കഴിഞ്ഞില്ലേ, ഖബറടക്കി നിസ്കരിച്ചെല്ലാം കഴിഞ്ഞില്ലേ, നമ്മൾ അതുമായി ബന്ധം അവസാനിച്ചു. പക്ഷേ പിന്നെയും നമ്മൾ കരയാറുണ്ട്. എന്തുകൊണ്ടാ? അത്രയും ആത്മാർത്ഥമായ സ്നേഹം നമുക്കുണ്ട്. അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി. ഈ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഒക്കെ ഇഷ്ടമുണ്ടാകണം അള്ളാഹുവിന്റെ റസൂൽ. അങ്ങനെ എന്തെങ്കിലും റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഈമാൻ അളക്കാനുള്ള ഒരു മാനദണ്ഡം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്ന് പറയുന്ന സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് ആത്മാർത്ഥമായ ഹുബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതില്ലെങ്കിൽ നമ്മൾ നശിച്ചു. ആ ഹുബ്ബ് ഉണ്ട് എന്ന് അറിയിക്കുന്ന കാര്യമാണ് ഇത്തിബാ. ഞാൻ പറഞ്ഞു, ഇത്തിബാ എന്ന് പറയുന്നത് ഇൽമില്ലാതെ ഉണ്ടാവൂല. സുന്നത്ത് ഇത്തിബാ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത്തിബാ ചെയ്യാം? നമുക്ക് അറിയാത്ത കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എങ്ങനെ, ഭാര്യമാരോട് പെരുമാറിയത് എങ്ങനെ, കുട്ടികളോട് പെരുമാറിയത് എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച, അതാണ് ഏറ്റവും പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബിയായ കാര്യങ്ങൾ അഖീദയിൽ വിശ്വസിച്ചത് എങ്ങനെ, കുഫാറുകളോട് നിലപാടെന്തായിരുന്നു, മുനാഫിക്കുകളോട് നിലപാടെന്തായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് റസൂലിനെ ഇത്തിബാ ചെയ്യുക? അപ്പൊ റസൂലിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അത് ഇത്തിബാ ആണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. അപ്പൊ സുന്നത്തിന്റെ ഇൽമ് പഠിക്കുക എന്നതാണ് റസൂലിനോടുള്ള ഹുബ്ബിന്റെ അടയാളം. അതില്ലാത്തവന്റെ ഹുബ്ബ് വെറും പൊള്ളയാണ്, അർത്ഥമില്ലാത്തതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, റസൂലിന്റെ സുന്നത്ത് നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ സ്വഹീഹായ അഖീദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലുകൾ, ഇബാദത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഖ്ലാഖ്, ഇതൊക്കെ പഠിച്ചെടുക്കാൻ, അത് വെറുതെ കേൾക്കാനല്ല, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഒരാളൊരു ഹദീസ് പറഞ്ഞു തന്നാൽ, ഒരു സുന്നത്ത് പറഞ്ഞു തന്നാൽ ബുദ്ധി ഉപയോഗിച്ച് തർക്കുത്തരം പറയരുത്. നമ്മളോടിപ്പോ ഒരാൾ വന്നിട്ട് പറയാ, നിന്നെ തൂക്കിക്കൊല്ലാൻ ഒരു വിധി വന്നിട്ടുണ്ട് കോടതിയിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുണ്ട്, നമ്മൾ അത് തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഒരു അസുഖത്തെക്കുറിച്ച്, പേടിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ച്, നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് ശരിയാവാതിരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് അർഹിക്കുന്ന ഗൗരവം നമ്മൾ കൊടുക്കും. കോടതിയിൽ നിന്നാണ് ഈ കടലാസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വക്കീലിനെ കാണിക്കും, എന്നിട്ട് ചോദിക്കും, ഇത് ശരിയാണോ, ഈ പറഞ്ഞ പോലെ തന്നെയാണോ? ഡോക്ടറാണത് പറഞ്ഞെങ്കിൽ വേറെ 4 ഡോക്ടർമാരെ കാണിക്കും, ഇത് ശരിയാണോ, ആണെങ്കിൽ ചികിത്സിക്കണം. അപ്പൊ ഇങ്ങനെ ഗൗരവം കൊടുക്കും നമ്മളതിന്. അപ്പൊ ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോ അവ മനസ്സിലാക്കിയിരുന്നത് തെറ്റൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോ ആ ഹദീസ് സഹിഹായിക്കണമെന്നില്ല. പക്ഷെ കളിയാക്കുകയും പരിഹസിക്കുകയും ധിക്കാരത്തോടെ മറുപടി പറയുകയും ചെയ്യരുത്. അള്ളാഹുവിന്റെ കലാം, റസൂലിന്റെ കലാം വന്ന് നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചുള്ള മറുപടി ഗൗരവത്തോടെ ആയിരിക്കണം, ബഹുമാനത്തോടെ ആയിരിക്കണം. അതിങ്ങനെ തന്നെയാണോ, ശരിയാണോ, അന്വേഷിക്കുക, പഠിക്കുക. ശരിയാണെന്ന് മനസ്സിലായാൽ സമിഅ്നാ വ അതഅ്നാ, ആ വാക്കിന്റെ അർത്ഥം എന്താ? കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ചെവിയിൽ കേട്ടിരിക്കുന്നു, പിന്നെ ശരീരം കൊണ്ട് അത് അനുസരിക്കുന്നു. അതിന്റെ ഇടയിൽ പിന്നെ ചിന്തയൊന്നുമില്ല, ഇത് വേണോ വേണ്ടേ എന്നുള്ള ആലോചനയൊന്നുമില്ല. അതാണ് മുഅ്മിനീങ്ങളുടെ പ്രത്യേകത. ഈ ഈമാൻ നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുണ്ടെങ്കിലേ, ഇങ്ങനെ നമ്മൾ ഇത്തിബാ ചെയ്യുന്നുണ്ടെങ്കിലേ നമ്മൾ സുന്നത്തിന്റെ ആളാണെന്ന് പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആളുകളല്ലാതെ മരിച്ചുപോയാൽ എന്തായിരിക്കും സ്ഥിതി? ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിന്ന് ഓടിക്കും.
കുല്ലു ബിദ്അത്തിൻ ദലാല കുല്ലു ദലാലത്തിൻ ഫിന്നാർ, നരകം അർഹിക്കുന്നുണ്ട്. ബിദ്അത്തിന്റെ ആളുകളൊക്കെ നരകം അർഹിക്കുന്നുണ്ട്. അള്ളാഹു പുറത്തു കൊടുത്താൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ നരകം. അള്ളാഹു താല നമ്മെ സുന്നത്തിന്റെ ആളുകളാക്കട്ടെ. സുന്നത്തിന്റെ ഇൽമ പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. അത് ഇത്തിബാ ചെയ്യാനുള്ള സന്മനസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.